2 വയസ്സുകാരി സെറമോൾക്ക് ഇപ്പോഴും അറിയില്ല തന്റെ പ്രിയപ്പെട്ട പപ്പ എവിടെ പോയതാണെന്ന്. ഭാര്യ നിമ്മിക്ക് ഈ നിമിഷം വരെയും വിശ്വസിക്കാനായിട്ടില്ല തോളോട് തോളു ചേർന്ന് നടന്ന തന്റെ പ്രിയതമൻ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങുമെന്ന്. 33 വയസ്സുകാരനായ എൽജിൻ ജൂഡിന്റെ ആകസ്മിക വിയോഗം ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സാധാരണത്തെ പോലെ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്ന എൽജിന് പക്ഷേ ഒരിക്കലും അറിയില്ലായിരുന്നു അത് തന്റെ അവസാന നിമിഷങ്ങളായിരുന്നുവെന്ന്. തനിക്കത് കഴിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും ചെറിയൊരു കൊതി തോന്നിയതാണ് ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽ കലാശിച്ചത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് അവിടെ അവസാനിച്ചത്. കൊച്ചി ചേപ്പനം കുരീക്കൽ കുടുംബത്തിലെ അന്ന ജൂഡിന്റെ മകൻ എൽജിൻ 5 ദിവസത്തോളമായി വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. എൽജിന്റെ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി ആ നാട് ഒന്നാകെ പരിശ്രമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. എന്നത്തെയും പോലെ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു എൽജിനും കുടുംബവും. അന്ന് രാത്രി ഭക്ഷണത്തോടൊപ്പം ഞണ്ടുകറിയും ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കിയ കറി തന്നെയായിരുന്നു. എൽജിന് ഞണ്ടുകറി അലർജിയാണെന്ന കാര്യം മുന്നേ തന്നെ അറിയാമായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾക്ക് മുൻപെയാണ് അവസാനമായി ഞണ്ടുകറി കഴിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് കുറച്ച് ഞണ്ടുകറി കൂട്ടി ഭക്ഷണം കഴിക്കുകയായിരുന്നു. എന്നാൽ അത് ഇത്ര വലിയ വിപത്താകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് എൽജിന് ചെറിയ അസ്വസ്ഥതകൾ ആരംഭിക്കുന്നത്. ശ്വാസം മുട്ടൽ കൂടുകയും ശരീരം തളരുകയും ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. എൽജിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി ഡോക്ടർമാർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ എൽജിന്റെ ഹൃദയമിടിപ്പ് നിലനിർത്താൻ ശ്രമിച്ചുവെങ്കിലും ബുധനാഴ്ച ഉച്ചയോടെ ആ പോരാട്ടം അവസാനിച്ചു. 5 ദിവസമാണ് ആ കുടുംബം പ്രാർത്ഥനയോടെ ICUവിന് മുന്നിൽ ചിലവഴിച്ചത്. എൽജിന് സംഭവിച്ച ഈ അപകടത്തെ അനാഫിലാക്സിസ് എന്നാണ് വൈദ്യശാസ്ത്രം വിളിക്കുന്നത്. പലർക്കും ചില മരുന്നുകളോടും ഭക്ഷണത്തോടും അലർജി ഉണ്ടാകാറുണ്ട്. എന്നാൽ ചില വ്യക്തികളിൽ ഈ അലർജി അതിതീവ്രമായി കാണുന്നു. ഞണ്ട് പോലുള്ള ഷെൽഫിഷുകൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം അമിതമായി പ്രതികരിക്കുകയും ഇത് പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറയാനും ശ്വാസനാളത്തിൽ നീർവീക്കം വന്ന് ശ്വാസം തടസ്സപ്പെടാനും കാരണമാകുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അതീവ ഗുരുതര അവസ്ഥ കൂടിയാണിത്. എൽജിന്റെ മരണം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് അവഗണിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരം അലർജിയുള്ളവർ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത്. അലർജിയുള്ളവർക്ക് ഒരു ചെറിയ അംശം പോലും അകത്ത് ചെല്ലുന്നത് മരണകാരണമായേക്കാം. ഭക്ഷണം കഴിച്ചയുടനെ ചൊറിച്ചിൽ, മുഖത്തോ തൊണ്ടയിലോ നീര്, ശ്വാസമുട്ടൽ എന്നിവ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. സമുദ്രവിഭവങ്ങളോടുള്ള അലർജി മിക്ക ആളുകൾക്കും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ്. അത് മാറുമെന്ന് കരുതി പരീക്ഷണങ്ങൾക്ക് ഒരിക്കലും മുതിരരുത്. ജാഗ്രത പാലിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.